482 അതുപോലെ തന്നെ 494 407 പിന്നെ 186 ഇങ്ങനെ 4 വിസ ആണല്ലോ എംപ്ലോയർ സ്പോൺസേർഡ് വിസകൾ വരുന്നത്, നേഴ്സസിന് ഗുണകരമാകുന്ന വിസകൾ. ഇത് തമ്മിലുള്ളൊരു റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെ വ്യത്യാസമാണ്? അതായത് ഒരു കാൻഡിഡേറ്റിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ 482 വിസ എന്ന് പറഞ്ഞാൽ ടെമ്പററി വിസയാണ്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1 വർഷക്കാലം ഒന്നുകിൽ നോമിനേറ്റഡ് ഓക്കുപേഷൻ, അതല്ല എന്നുണ്ടെങ്കിൽ ആ നോമിനേറ്റഡ് ഓക്കുപേഷനോടുള്ള ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പം RN ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ RN ഏജ് കെയറിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് RN ഏജ് കെയറിലേക്ക്, ഏതെങ്കിലും ഒരു ഏജ് കെയറിലേക്ക് RN ആയിട്ട് നമ്മൾ അപേക്ഷിക്കും. പക്ഷെ അവർക്ക് മെഡിക്കലിലോ സർജിക്കലിലോ പെരി ഓപ്പറേറ്റീവിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ആൻഡ് എമർജൻസിയിലോ ആണ് അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്കിൽ, പുറത്തുള്ള എക്സ്പീരിയൻസ് എങ്കിൽ അത് കുഴപ്പമില്ല. അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കാരണം ട്രാൻസ്ഫറബിൾ സ്കിൽസും അതും ഇതും എല്ലാം എക്സ്പെർട്ടൈസും എല്ലാം ഒക്കെ ഈ മേഖലയിൽ അവർക്ക് ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഓക്കുപേഷൻ ആയതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കൻസ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1 വർഷക്കാലം ആ ജോലിയോ അല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയോ ചെയ്തിരിക്കണം. അത് ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ജോലിയോ ചെയ്തിരിക്കണം. അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ 2 സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നിർബന്ധമാണ്. അത് IELTS എല്ലാ മോഡ്യൂളും 5 വെച്ച് വേണം, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയി. പിന്നെ മറ്റൊന്ന്, അത് പലപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യാത്തത്, ഈ ഇത്തരത്തിലുള്ള പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസിന് ഭാവിയിൽ ദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഒഫീഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോർമൽ ടെസ്റ്റ് സ്കോർ ഇല്ലെങ്കിലും ഈ 482 വേണമെങ്കിൽ അവിടെ ഓസ്ട്രേലിയയിൽ വരാം. ഇവർ സെക്കൻഡറി തലം മുതൽ അതിന് ഗ്രാജുവേഷൻ തലം വരെയുള്ള 5 വർഷക്കാലം അവരുടെ കോഴ്സുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് മീഡിയത്തിൽ അവർ ചെയ്തിരിക്കുകയും ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് ഈ 482 വിസയ്ക്ക് മാത്രമാണ്. പക്ഷെ അതിനുശേഷമുള്ള മറ്റ് വിസകളിലോട്ട് പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് പ്രൊഫഷൻ ലെവൽ സ്കോറോ അല്ലെന്നുണ്ടെങ്കിൽ കോമ്പറ്റന്റ് ലെവൽ സ്കോറോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിസകളിലോട്ട് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഒരു തീരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ ലഭിക്കാത്തവർ, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ളവർ, ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ എക്സ്പയർ ആയി പോയിട്ടുള്ളവർ, അവർക്കൊക്കെ വളരെ അർജന്റായിട്ട് 482 വിസയിലോട്ട് പോകണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ ഇത് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ളതല്ല. അതിന് ശേഷമുള്ള സമയത്ത് മറ്റ് വിസകളിലേക്ക് ഒരു പെർമനന്റ് റെസിഡൻഷിപ്പ് വിസയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഏറ്റവും മിനിമം കോമ്പറ്റന്റ് ലെവൽ സ്കോർ അപേക്ഷിക്കണമെങ്കിൽ 482 പറഞ്ഞു. ഇനി നമുക്ക് ഈ 494 വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്? 482 ഒരു ബേസിക് റിക്വയർമെന്റ് ഇതാണ്. 494 ഇത് കണക്ക് തന്നെ 3 വർഷക്കാലം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ സ്കിൽസ് അസസ്മെന്റ് വേണം. കോമ്പറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് സ്കോർ വേണം. കോമ്പറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് സ്കോർ എന്ന് പറയുന്നത് IELTS 6 each ആണ്. അപ്പൊ അത് ഉണ്ടായിരിക്കണം. 45 വയസ്സ് താഴെ ആയിരിക്കണം. ഒരു കാര്യം ഓർക്കുക, 482 ഏജ് ബാറില്ല. അത് ടെമ്പററി വിസ ആണ്. പക്ഷെ അതിൽ നമുക്ക് പെർമനന്റ് വിസയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 45 വയസ്സിനകത്തായിരിക്കും. ഏത് എംപ്ലോയർ സ്പോൺസേർഡ് ആയാലും സ്കിൽഡ് മൈഗ്രേഷന്റെ ആയാലും പെർമനന്റ് ലെവൽ വിസയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 45 വയസ്സ് താഴെ ആയിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 407 നമുക്ക് എന്ത് റിക്വയർമെന്റ് ആണ്? 407 ഇതുപോലെ തന്നെയാണ്. ഒരു എംപ്ലോയറുടെ ഒരു സ്പോൺസർഷിപ്പ് വേണം, അവർ നോമിനേറ്റ് ചെയ്യണം. അത് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് പാത്വേ ആയിട്ട്, പാത്വേ എന്ന് പറയാനേ കഴിയില്ല. കാരണം അത് ഒരു ലിമിറ്റഡ് പീരിയഡിലേക്കാണ് നമുക്ക് ട്രെയിനിങ്ങിനുള്ള ഒരു ട്രെയിനിങ് വിസ കിട്ടുക, ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്യുക. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർ വിസയിലോട്ട് മാറണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. അതുകൊണ്ട് അതിനൊരു വലിയൊരു ഇമ്പോർട്ടൻസോ വലിയൊരു സ്ട്രെസ്സോ കൊടുത്ത് നമ്മളത് ക്ലയൻസിനോട് അല്ലെങ്കിൽ ആപ്ലിക്കൻസിനോട് പറയാറില്ല. ഏറ്റവും പ്രധാനം ഈ ടെമ്പററി വിസ ആണെന്നുണ്ടെങ്കിൽ 482 അല്ലെങ്കിൽ 494, അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൽഡ് പോയിന്റ് ബേസ്ഡ് 186 അതല്ലെങ്കിൽ പോയിന്റ് ബേസ്ഡ് സ്കിൽഡ് മൈഗ്രേഷൻ. 186 വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് റിക്വയർമെന്റ് ആണ്? 186 ബേസിക്കലി വേണ്ടത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 വർഷക്കാലം ആ പർട്ടിക്കുലർ ഓക്കുപേഷനിൽ വർക്ക് ചെയ്തിരിക്കണം. പർട്ടിക്കുലർ ഓക്കുപേഷനിൽ. ദാറ്റ് മീൻസ് എംപ്ലോയർ ഏത് വേക്കൻസിയിലോട്ടാണോ അവർ ഹയർ ചെയ്യുന്നത്
അതേ എക്സ്പീരിയൻസ് തന്നെ ലാസ്റ്റ് 3 ഇയർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ. ആ. ഈ 186ൻ്റെത് 3 വർഷക്കാലം ആ ഓക്കുപ്പേഷനോ അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കുപ്പേഷനിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. പക്ഷേ പ്രിഫറബിളി ആ പർട്ടിക്കുലർ ഓക്കുപ്പേഷനിൽ തന്നെ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിന് ഇപ്പോൾ ഈ ഒരു എംപ്ലോയറുടെ നോമിനേഷൻ 186 വേണമെന്നുണ്ടെങ്കിൽ അതിന് സ്കിൽസ് അസസ്മെന്റ് വേണം. ആ. അപ്പോൾ സ്കിൽസ് അസസ്മെന്റ് വേണമെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഓക്കുപ്പേഷൻ നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആ നോമിനേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഏസ്റ്റ് കെയറിലേക്ക് പെരി ഓപ്പറേറ്റീവ് RNനെ അവര് 186ലോട്ട് പിന്നെ നോമിനേറ്റ് ചെയ്താൽ അത് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കുറവാണ്. അവിടെ ഏസ്റ്റ് കെയറിനകത്തോടെ ഓപ്പറേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു പെരി ഓപ്പറേറ്റീവ് എന്നുള്ള ഒരു ഓക്കുപ്പേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഏസ്റ്റ് കെയറിലേക്ക് 186നെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം RN മെഡിക്കലോ സർജിക്കലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ആൻഡ് എമർജൻസി, അപ്പോൾ ആ പർട്ടിക്കുലർ ഓക്കുപ്പേഷൻ നമുക്ക് സ്കിൽസ് അസസ്മെന്റ് കിട്ടണം. ഒപ്പം RNന്റെ അതേ ഗ്രൂപ്പിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് RN ഗ്രൂപ്പിൽ പെടുന്ന ഏതെങ്കിലും ഓക്കുപ്പേഷനിൽ മറ്റു സ്പെഷ്യലൈസേഷനിലാണെങ്കിൽ പോലും നമുക്കൊരു 3 വർഷക്കാലത്തെ മിനിമം എക്സ്പീരിയൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രിട്ടിക്കൽ കെയറിലാണ് ഒരു വേക്കൻസി വന്നിരിക്കുന്നതും ഒരു ഇന്റർവ്യൂ ഒരു ആപ്ലിക്കന്റ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കന്റിന് 186 കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ക്രിട്ടിക്കൽ കെയറിൽ തന്നെ അൻസ്കോ കോഡ് വെച്ചിട്ടുള്ള ഒരു സ്കിൽ അസസ്മെന്റ് അവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. അതാണ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് 186 വെച്ച് അവർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എംപ്ലോയർക്ക് നോമിനേഷൻ ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ ഓക്കുപ്പേഷനിൽ അവർക്ക് സ്കിൽസ് അസസ്മെന്റ് ഉണ്ടായിരിക്കണം. ആ പർട്ടിക്കുലർ ഓക്കുപ്പേഷനിൽ അവർ അത് അപ്ലൈ ചെയ്തിരിക്കണം നോമിനേഷൻ. ഈ നമ്മള് 186 ഒരു എംപ്ലോയർ അത് ഡയറക്റ്റ് എൻട്രി ആണ്. TRTക്ക് അത്രയും വിഷയം വരുന്നില്ല. പക്ഷേ ഡയറക്റ്റ് എൻട്രി നമ്മൾ ആദ്യം തന്നെ ഓസ്ട്രേലിയക്ക് പുറത്ത് നിന്ന് തന്നെ PR സ്പോൺസർ തീർച്ചയായിട്ടും അത് ഓസ്ട്രേലിയക്ക് പുറത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു 186 കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷത്തേക്കായിരിക്കും ഈ ഒരു വിസ കിട്ടുക? 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്ക് കിട്ടുന്നു. 5 വർഷത്തിനിടയിൽ 4 വർഷം കഴിയുമ്പോൾ 4 വർഷത്തെ റെസിഡൻസി റിക്വയർമെന്റ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പിന് നമ്മൾ എലിജിബിൾ ആവും. പക്ഷെ അത് എലിജിബിൾ ആവുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 5 വർഷം കഴിഞ്ഞാണ് പിന്നെ നിങ്ങൾ ഇപ്പം ഓവർസീസിലുള്ള സ്വന്തം രാജ്യത്തിന്റെ പാസ്പോർട്ടാണ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കീപ്പ് ചെയ്യാം. പക്ഷേ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ റെസിഡന്റ് റിട്ടേൺ വിസ അപേക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യേണ്ടി വരും. ഈ എംപ്ലോയർ തരുന്ന ഈ ഒരു വിസ 186ന് ഏതെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? എംപ്ലോയറിന്റെ ഈ സെയിം എംപ്ലോയറിന്റെ അണ്ടറിൽ നമ്മളൊരു പർട്ടിക്കുലർ ഇയർ വർക്ക് ചെയ്യണമെന്നുള്ളത്? സാങ്കേതികമായി പറഞ്ഞാലില്ല. പക്ഷേ നമ്മുടെ അപേക്ഷയിൽ നമ്മൾ 2 വർഷക്കാലം എംപ്ലോയറുടെ കൂടെ ജോലി ചെയ്യാം എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു എംപ്ലോയർ എത്തിക്കൽ വേയിലും നമ്മളെ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു നല്ലൊരു കോർഡിയൽ റിലേഷൻഷിപ്പ്, നല്ല ഒരു രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ എംപ്ലോയർക്ക് എംപ്ലോയറുടേതായിട്ടുള്ള ചെലവുകൾ വരുന്നതാണ്. സ്കില്ലിംഗ് ഓസ്ട്രേലിയ ഫണ്ട് ഉൾപ്പെടെയുള്ളത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു 10 മില്യന് താഴെയാണെന്നുണ്ടെങ്കിൽ $3000 വൺ ഓഫ് പേയ്മെന്റ് കൊടുക്കണം. 10 മില്യന് മുകളിലാണെങ്കിൽ $5000 വൺ ഓഫ് പേയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അത് തിരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ അത് മോസ്റ്റ് ഓഫ് ദ സർക്കംസ്റ്റാൻസ് അത് തിരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രൊഫഷണലാണ്. അപ്പോൾ ആ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഒരു ഓണസ്റ്റിയും ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ എംപ്ലോയറുടെ കാണിക്കണം. കുറഞ്ഞത് 2 വർഷമെങ്കിലും ഒരു എംപ്ലോയർ നോമിനേറ്റ് ചെയ്താൽ ആ എംപ്ലോയറുടെ കൂടെ നിൽക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ഒരു മാന്യതയ്ക്കും നമ്മുടെ ഒരു പ്രൊഫഷണൽ ഡീസൻസിക്കും ഒക്കെ നല്ലത്. അതറിഞ്ഞ് തന്നെ നമ്മൾ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം അതിന് മുമ്പായിട്ട് മനസ്സിലാക്കി പോണം. ഒരു പക്ഷേ ഒരു ഷോർട്ട് കട്ടായിട്ട് ഇത് കഴിയുമ്പോൾ 3 മാസം 6 മാസം കഴിയുമ്പോൾ പോകുന്നത് അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്. വരാനിരിക്കുന്ന മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എന്റർടൈനബിൾ. ആസ് എ പ്രൊഫഷണൽ ഐ നെവർ എന്റർടൈൻ സച്ച് കൈൻഡ് ഓഫ് കാൻഡിഡേറ്റ്സ്.